വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നാളെ നമ്മുടെ എക്കണോമിക്സിന്റെ മോഡൽ എക്സാം ആണ്. 17 ചാപ്റ്റർ പഠിക്കാനുണ്ട്. ഇന്ന് മിസ് വന്നിട്ടുള്ളത് ഈ 17 ചാപ്റ്ററിൽ നിന്നും നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള, സ്ഥിരമായി ചോദിച്ച് കണ്ടിട്ടുള്ള ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ്. അപ്പം ഈ എസ്സേ ക്വസ്റ്റ്യൻസും ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസും പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമാവുന്നു ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യാനായിട്ട്. ഇത് മാത്രം പഠിച്ചുകൊണ്ട് പോകണം എന്നല്ല പറയുന്നത്, ഇത് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ അറിഞ്ഞിരിക്കണം, നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഓരോ ചാപ്റ്ററിനും ഏതൊക്കെയാണ് ഷോർട്ട് എസ്സേ ചോദിക്കുന്നത്? എല്ലാ ചാപ്റ്ററും നമുക്ക് ഷോർട്ട് എസ്സേ പ്രതീക്ഷിക്കാൻ പറ്റില്ല. എന്നാൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറെ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഷോർട്ട് എസ്സേ എന്ന് പറയുമ്പോൾ 5 മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. എങ്കിൽ നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യൻ എക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യ ലബ്ധി കാലത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ, ഇതിൽ നിന്നും 5 മാർക്കിനും ഇനി അല്ല 4 മാർക്കിനും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് റീസൺസ് ഫോർ സ്റ്റാഗ്നേഷൻ ഇൻ അഗ്രികൾച്ചർ. കാർഷിക രംഗത്തെ സ്തംഭന അവസ്ഥയുടെ കാരണങ്ങൾ. എന്തൊക്കെ കാരണങ്ങളാണ്? ദ എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് റവന്യൂ സിസ്റ്റം, ചൂഷണാത്മകമായ ലാൻഡ് സെറ്റിൽമെന്റ് അഥവാ ജമീന്ദാരി സിസ്റ്റം. ലോ ലെവൽ ഓഫ് ടെക്നോളജി, സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് വളരെ കുറവായിരുന്നു. ലോ ലെവൽ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, വളങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ കുറവായിരുന്നു. നമുക്കറിയാം, വളം ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ചെടി നല്ലോണം വളരൂല, ഫലം കിട്ടൂല, അല്ലെ? അതേപോലെ ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റി, ജലസേചനത്തിന്റെ അഭാവം. കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, കൃഷിയുടെ വാണിജ്യവൽക്കരണം. എന്താണ് വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത്? ഫുഡ് ക്രോപ്പിൽ നിന്നും ക്യാഷ് ക്രോപ്പിലേക്കുള്ള ഒരു മാറ്റം, ആ ഒരു മൂവ്മെന്റിനെയാണ് നമ്മൾ കൊമേഴ്ഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, ഫുഡ് ക്രോപ്സ് കൃഷി ചെയ്താലാണ് നമുക്ക് നല്ല രീതിയിൽ ഫുഡ് കിട്ടുക, ആ കാര്യങ്ങളൊക്കെ ലഭിക്കുക. അതിൽ നിന്നും ക്യാഷ് ക്രോപ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെ? അപ്പൊ ബ്രിട്ടീഷുകാർ നിർബന്ധിതമായിട്ടും ഈ കർഷകരെ കൊണ്ട് ക്യാഷ് ക്രോപ്പ് ആയിട്ടുള്ള കോട്ടൺ, ഇൻഡിഗോ, റബ്ബർ, റബ്ബർ പോലെയുള്ളവ എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങി? കൃഷി ചെയ്യിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. ഇനി ഏറ്റവും അവസാനം പാർട്ടീഷൻ ഓഫ് 1947, ഇന്ത്യ പാകിസ്ഥാൻ എന്ന രീതിയിൽ രണ്ടായിട്ട് മുറിഞ്ഞു പോയപ്പോൾ ഇന്ത്യയുടെ നല്ലൊരു ഫെർട്ടൈൽ ലാൻഡ് അങ്ങോട്ടേക്ക് പോയി എന്നാണ് പറയുന്നത്. ഇത്രയും റീസൺസ് നിങ്ങൾ അവിടെ എഴുതി വെക്കണം. അടുത്ത ചാപ്റ്റർ ഇന്ത്യൻ എക്കോണമി ഫ്രം 1950 to 1990 ആണ്. ഇനി നമുക്ക് കുറച്ച് സ്പീഡിൽ പോകാം, അല്ലെങ്കിൽ ലെങ്ത് വലുതാവും. എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ ലെങ്ത് ആയി പോകും വീഡിയോ. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേർഷൻ ഇന്ന് വൈകുന്നേരം കൃത്യം 7:30 മെഗാ മാരത്തോൺ എന്ന പേരിൽ നമ്മുടെ സൈലത്തിന്റെ യൂട്യൂബ് ചാനലിൽ പോകുന്നതായിരിക്കും. അതിനുശേഷം നാളെ കൃത്യം 6 മണിക്ക് ബൂസ്റ്റർ ഒക്കെ ഉണ്ട്. എല്ലാവരും വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇതിനെല്ലാം വേറെ വീഡിയോസ് വേണമെങ്കിൽ ചാനൽ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. ഷോർട്സും വീഡിയോസും പറഞ്ഞ സെക്ഷന് അവിടെ ഇഷ്ടം പോലെ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്കണോമിക്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് ഇന്ത്യസ് 5-year plan had clearly specified goals. What were they? Explain. ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികൾക്ക് വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. അവ എന്തായിരുന്നു? വിശദീകരിക്കുക. അപ്പം ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതി 5-year പ്ലാൻസിന്റെ ഗോൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഗോൾസ് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കാൻ വെച്ചിരുന്ന ഒരു കോഡാണ് GEMS, GEMS, ഗ്രോത്ത്, ഇക്വിറ്റി, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ്. ആദ്യം ഗ്രോത്ത് നോക്കാം. ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ കപ്പാസിറ്റിയാണ്. അതായത് അവിടെ രാജ്യത്തിന്റെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ, ഗുഡ്സും സർവീസും തോന്നെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള രാജ്യത്തിന്റെ കപ്പാസിറ്റി കൂട്ടുക. അതാണ് ഗ്രോത്ത്, വളർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് മോഡേണൈസേഷൻ ആണ്. അതായത് പുതിയ ടെക്നോളജി കൊണ്ടുവരിക, അല്ലെ? നവീകരണം, പുതിയ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇന്ത്യയെ കുറച്ചും കൂടെ ഒന്ന് ശക്തപ്പെടുത്തുക. മൂന്നാമത്തത് സെൽഫ് റിലയൻസ്, സ്വയം പര്യാപ്തത എന്ന് മലയാളത്തിൽ പറയും. ഇന്ത്യ എപ്പോഴും ബാക്കിയുള്ള രാജ്യങ്ങളിൽ എന്ത് ചെയ്യുമായിരുന്നു? ഡിപ്പെൻഡ് ചെയ്യുമായിരുന്നു. ഇമ്പോർട്ടിനായാലും ബാക്കിയുള്ള ആവശ്യങ്ങൾക്കായാലും. അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ തന്നെ എന്ത് ചെയ്യുക? സ്വയം പര്യാപ്തരാകുക. എന്നാണോ ഇന്ത്യക്ക് വേണ്ടത് അത് ഇന്ത്യയിൽ തന്നെ എന്ത് ചെയ്യുക? ഉണ്ടാക്കുക. അങ്ങനത്തെ ഒരു കാര്യമാണ് സെൽഫ് റിലയൻസ് എന്ന് പറയുന്നത്. അത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിലായാലും നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ബാക്കിയുള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ വിശ്വസിച്ച് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്. അത് ഇന്ത്യയും ചെയ്തു. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഇനി ഇക്വിറ്റി, ഇതൊക്കെ ഉണ്ട്. ഇക്വിറ്റി ഇല്ലെങ്കിൽ ഒന്നും കാര്യമില്ല. എന്താ ഇക്വിറ്റി എന്ന് പറയുന്നത്? നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് റിച്ച് ആയിട്ടുള്ള ആൾക്കാരും ഒരുപാട് പാവപ്പെട്ട ആൾക്കാരും ഉണ്ട്, അല്ലെ? അവിടെ ഒരു ഡിഫറൻസസ് ഉണ്ട്. ഈ ഇൻഇക്വാളിറ്റീസ് ഒക്കെ മാറ്റുക, അതാണ് ഇക്വിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എല്ലാവർക്കും ബേസിക് നെസസിറ്റി, അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുള്ള ഹെൽത്ത് കെയർ, അതേപോലെ എഡ്യൂക്കേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കുക. ഇതാണ് ഇക്വിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് GEMS എന്താണ്? ഗോൾസ് ഓഫ് 5-year പ്ലാൻ എന്താ ഒരു കോഡോടുകൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗ്രോത്ത്, ഇക്വിറ്റി, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ്. 5 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. അടുത്ത LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ആൻഡ് അപ്രൈസൽ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. ഇവിടെ നമുക്ക് റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ചോദ്യം 5 മാർക്കിന്
ലിബറലൈസേഷൻ മാത്രം. ലിബറലൈസേഷനകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്താ ലിബറലൈസേഷൻ? മലയാളത്തിൽ ഉദാരവൽക്കരണം എന്ന് പറയും അല്ലേ? അപ്പം ഇതിൽ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. ഇത് 5 മാർക്കിന് ഷോർട്ടസ്റ്റ് ആയിട്ട് എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ലിബറലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇറ്റ് ഇൻട്രൊഡ്യൂസ് ടു പുട്ട് ആൻ എൻഡ് ടു ദ റെസ്ട്രിക്ഷൻ ആൻഡ് ഓപ്പൺ അപ്പ് വേരിയസ് സെക്ടേഴ്സ് ഓഫ് ദി എക്കോണമി. എക്കണോമിയിലെ എല്ലാ സെക്ടേഴ്സും ഓപ്പൺ അപ്പ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എക്കണോമിക്ക് ഫ്രീഡം കൊടുക്കാൻ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഒഴിവാക്കി, MRTP, ഫെറ പോലുള്ള ആക്ടുകളൊക്കെ എടുത്ത് ഒഴിവാക്കി എക്കണോമിക്ക് ഫ്രീഡം കൊടുക്കാൻ കൊണ്ടുവന്ന ഒരു മൂവ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു പോളിസിയാണ് ലിബറലൈസേഷൻ അഥവാ ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. ഉദാരവൽക്കരണത്തിൽ 5 ഇമ്പോർട്ടന്റ് പോളിസീസ് ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന്, ഇൻഡസ്ട്രിയൽ സെക്ടർ റിഫോംസ്. വ്യവസായ മേഖലയിൽ ഒരുപാട് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതേപോലെ ഫിനാൻഷ്യൽ സെക്ടറിലും മാറ്റങ്ങൾ കൊണ്ടുവന്നു. സാമ്പത്തിക മേഖലയിൽ ടാക്സ്, നികുതിയിലും മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസിലും മാറ്റങ്ങൾ കൊണ്ടുവന്നു. ട്രേഡിലും ഇൻവെസ്റ്റ്മെന്റ് പോളിസിയിലും ഒക്കെ എന്ത് കൊണ്ടുവന്നു? റിഫോംസ് എന്ന് പറഞ്ഞാൽ പുതിയ നയങ്ങൾ, ഒരു മാറ്റം ഇത്രയും ഏരിയാസിൽ കൊണ്ടുവന്നു. ഓരോ ഏരിയാസിലും എന്താണ് കൊണ്ടുവന്നതെന്ന് മക്കൾ എഴുതി വെച്ചിരിക്കണം. ഇപ്പൊ ഇൻഡസ്ട്രിയൽ സെക്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ ലൈസൻസിങ് ഉണ്ടായിരുന്നു, അതെടുത്ത് ഒഴിവാക്കി. ഇപ്പൊ ചില ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ മാത്രം ലൈസൻസിങ് മതി, എപ്പോഴും ലൈസൻസിങ് നമ്മൾക്ക് വേണ്ട ആവശ്യമില്ല. ഇനി അതേപോലെ ഈ ഡിഫൻസ് എക്യുപ്മെന്റ്സ്, അറ്റോമിക് എനർജി, പബ്ലിക് ട്രാൻസ്പോർട്ട്, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ റെയിൽവേ, ഇത് മാത്രം ഗവൺമെന്റിന് എന്ത് ചെയ്യാം? കൺട്രോൾ ചെയ്യാം. ബാക്കി ഒന്നിൽ ഗവൺമെന്റ് ഇടപെടരുത്, ബാക്കിയെല്ലാം പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് തുറന്നു കൊടുത്തു. ഇത് വരുന്നതിന് മുന്നേ, ലിബറലൈസേഷൻ വരുന്നതിന് മുന്നേ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കഥ. എല്ലായിടത്തും പബ്ലിക്, എല്ലായിടത്തും ഗവൺമെന്റ് ആയിരുന്നു മെയിൻ ആയിട്ടുള്ള ആള്. അതൊക്കെ മാറ്റാനാണ് IMFും വേൾഡ് ബാങ്കും ഇങ്ങനെ പോളിസിയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ലിബറലൈസേഷൻ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ അതായത് ഡിഫൻസ്, അങ്ങനത്തെ അറ്റോമിക് എനർജി, റെയിൽവേ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഫുൾ കൺട്രോൾ ഗവൺമെന്റിനാണ്. എന്നാൽ അതൊഴിച്ച് ബാക്കി കാര്യങ്ങൾക്ക് എല്ലാവർക്കും, സ്വകാര്യ വ്യക്തികൾക്ക് എന്ത് ചെയ്യാം? ഇൻവെസ്റ്റ് ചെയ്യാം, പുതിയത് തുടങ്ങാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അടുത്തത് ചെറുകിട വ്യവസായങ്ങൾ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയിലെ കാർവേ കമ്മിറ്റി ഒക്കെ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ. അപ്പം ഇവർക്ക് വേണ്ടി മാത്രമായിട്ട് കുറച്ച് ഗുഡ്സ് ഉണ്ട്, ഇവർ മാത്രം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല, എല്ലാവർക്കും എല്ലാം പ്രൊഡ്യൂസ് ചെയ്യാം. മനസ്സിലായില്ലേ? ഇപ്പൊ ചെറുകിടമെന്നോ വൻകിടമെന്നോ ഒന്നുമില്ല, എല്ലാവർക്കും എല്ലാ ഗുഡ്സും പ്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ ചിലർക്ക് മാത്രം ഇനി റിസർവ് ചെയ്ത് വെക്കുന്ന ആ റിസർവേഷൻ അങ്ങോട്ട് എടുത്ത് ഒഴിവാക്കി. ഇതാണ് ഇൻഡസ്ട്രിയൽ സെക്ടർ റിഫോംസിൽ പഠിക്കാനുള്ളത്. ഫിനാൻഷ്യൽ സെക്ടറിലേക്ക് വരുന്ന സമയത്ത് RBI ഒരു കൺട്രോളർ ആയിരുന്നു, എല്ലാത്തിനെയും ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്ന, നിയന്ത്രിക്കുന്ന ഒരു വല്ലാത്തൊരാളായിരുന്നു RBI എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കൺട്രോളറിൽ നിന്നും ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് മാറി, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്ന ഒരാളായിട്ട് മാറി. പുതിയ പ്രൈവറ്റ് ബാങ്കിന്റെ ബ്രാഞ്ച് തുടങ്ങാൻ RBIയുടെ കയ്യിൽ നിന്ന് ജസ്റ്റ് ഒരു സൈൻ മതി, വേറെ നൂലാമാലകളും കാര്യങ്ങളൊന്നുമില്ല. പുതിയ പുതിയ പ്രൈവറ്റ് ബാങ്കുകൾ വരാൻ വേണ്ടി തുടങ്ങി. പുതിയ ലൈഫ് ഇൻഷുറൻസ്, ജനറൽ ഇൻഷുറൻസ് കമ്പനി ഒക്കെ പ്രൈവറ്റ് മേഖലയിൽ. അപ്പോഴും ശ്രദ്ധിക്കുക, അന്നത്തെ കാലത്ത് എല്ലാം സർക്കാരിന്റെ സ്ഥാപനങ്ങൾ, എല്ലാം സർക്കാർ മേഖലയിലായിരുന്നു. ഇപ്പൊ നോക്കിക്കേ, സ്വകാര്യ മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ അനുവദിച്ചു. എന്തുകൊണ്ട്? ലിബറലൈസേഷൻ വന്നുകൊണ്ട്. അടുത്ത ടാക്സ് റിഫോംസ് ആണ്. നമുക്കറിയാം ഈ റിഫോംസ് വരുന്നതിന് മുന്നേ ടാക്സ് ഒക്കെ ഭയങ്കര കൂടുതലായിരുന്നു. എല്ലാ ടാക്സും കുറച്ചു. എന്ത് കുറച്ചു? പേഴ്സണൽ ഇൻകം ടാക്സ് കുറച്ചു, കോർപ്പറേറ്റ് ടാക്സ് കുറച്ചു, എക്സൈസ് ഡ്യൂട്ടിയും കസ്റ്റംസ് ഡ്യൂട്ടിയും ഒക്കെ കുറച്ചു. അടുത്തത് ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ് ആണ്. അപ്പോൾ RBI ചെയ്തത് ഇമ്പോർട്ട് കൂടുതലാണ്, അത് ഇന്ത്യ എല്ലാം ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുവാണ്. അപ്പൊ എന്താ ചെയ്യുന്നത്? അപ്പൊ ഇമ്പോർട്ടിൽ ഒരു ശമനം കൊണ്ടുവരാനായിട്ട് നമ്മുടെ RBI ചെയ്തു, നമ്മുടെ റുപ്പി ഡീവാല്യൂ ചെയ്തു. അതായത് $1 75 രൂപയായിരുന്നു എങ്കിൽ RBI അത് $1 80 രൂപയാക്കി കൂട്ടി. അപ്പൊ മിസ് എങ്ങനെ ഡീവാല്യൂ ചെയ്തു? നമ്മുടെ വാല്യൂ കൂടിയതല്ലേ? മക്കളെ ശ്രദ്ധിച്ചേ, ആദ്യം 75 രൂപ കൊടുത്താൽ $1 കിട്ടും, ഇപ്പൊ 80 രൂപ കൊടുത്താൽ $1 കിട്ടുള്ളൂ. ആരുടെ മൂല്യമാണ് കുറഞ്ഞേ? നമ്മുടെ രൂപയുടെ മൂല്യമാണ് കുറഞ്ഞത്. ഇതുവഴി എന്താ സംഭവിക്കുക? നമ്മൾ ആദ്യം 75 രൂപ കൊടുത്ത് അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങൾക്ക് ഇപ്പൊ 80 രൂപ കൊടുക്കണമെങ്കിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചെല്ലുവോ? ഇല്ല, നമ്മൾ ഇമ്പോർട്ട് കുറയും. അതുകൊണ്ട് പുറത്തേക്ക് ക്യാഷ് ഒഴുകുന്നത് നിൽക്കും. നല്ലൊരു കണ്ണിങ് ആയിട്ടുള്ള മാർഗ്ഗമാണ് അല്ലെ? നല്ല ബുദ്ധിപരമായിട്ടാണ് RBI കളിച്ചത്. നേരെ തിരിച്ചു നോക്കിക്കേ, അമേരിക്കക്കാരെ വിചാരിക്കുകയാണ് നേരത്തെ $1 കൊടുത്താൽ 75 രൂപയുടെ സാധനം കിട്ടുള്ളായിരുന്നു, ഇപ്പൊ 80 രൂപയുടെ സാധനം കിട്ടും. അപ്പൊ എന്ത് ചെയ്യാം? ഇന്ത്യയിൽ നിന്ന് കുറെ അങ്ങോട്ട് വാങ്ങിച്ചേക്കാം എന്ന് വിചാരിച്ച് എന്ത് ചെയ്യും? അമേരിക്കക്കാരൻ ഇന്ത്യയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങും, ഇന്ത്യയുടെ എക്സ്പോർട്ട് കൂടും. ഒരു രാജ്യത്തിന്റെ എക്സ്പോർട്ട് കൂടുന്നതാണോ ആ രാജ്യത്തിന് നല്ലത്? അതെ. അപ്പോ ക്യാഷ് ഇങ്ങോട്ടാ വരിക, അങ്ങോട്ട് പോകുന്നില്ല. നല്ലൊരു നയമല്ലേ? ഇതാണ് എവിടെ സംഭവിച്ചത്? ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസിൽ സംഭവിച്ചത്. ഇനി ട്രേഡിലും ഇൻവെസ്റ്റ്മെന്റിലും ഇമ്പോർട്ട് ലൈസൻസിങ് ഒഴിവാക്കി, എക്സ്പോർട്ട് ഡ്യൂട്ടി എടുത്ത് കളഞ്ഞു. ഇങ്ങനത്തെ കാര്യങ്ങളാണ് സംഭവിച്ചത്. അടുത്ത നമുക്ക് എസ്എ ക്വസ്റ്റ്യൻ, ഷോർട്ട് എസ്എ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് 6ാമത്തെ ചാപ്റ്റർ, റൂറൽ ഡെവലപ്മെന്റ്, ഗ്രാമീണ വികസനം. ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം, ഇത് 8 മാർക്കിനും 5 മാർക്കിനൊക്കെ ചോദിക്കും. അഗ്രികൾച്ചർ മാർക്കറ്റിംഗ്
എന്താണ് അഗ്രികൾച്ചറൽ മാർക്കറ്റിങ്ങിന് ഗവൺമെന്റ് അത് ഇംപ്രൂവ് ചെയ്യാൻ ഗവൺമെന്റ് കൊണ്ടുവന്ന മെഷേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. എന്താണ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്? നമുക്കറിയാം കാശ്മീർ എന്നൊരു ആപ്പിൾ കേരളത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്. ഇപ്പൊ ആപ്പിൾ അവിടുന്ന് പറിച്ച് നല്ല വൃത്തിയാക്കി കഴുകി ഇലയൊക്കെ പോക്കി നല്ല കോൾഡ് സ്റ്റോറേജ് ഗോഡൌണിലൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് അവിടുന്ന് ഒരു വണ്ടിയോ ട്രെയിനോ വഴി ഇങ്ങോട്ട് എത്തി ഇവിടുന്ന് പാക്കറ്റിലൊക്കെ ആക്കി നമ്മുടെ കയ്യിലേക്ക് എത്തുന്നു. ഈ ഒരു പരിപാടിയാണ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. എന്താണ്? ഇറ്റ് ഇൻവോൾവ്സ് അസംബ്ലിംഗ്. ഇങ്ങനെ ആപ്പിൾ എടുത്ത് മാറ്റി വെക്കുന്നു, അത് സ്റ്റോർ ചെയ്യുന്നു, അത് പ്രോസസ് ചെയ്യുന്നു, അത് ട്രാൻസ്പോർട്ട് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, പാക്ക് ചെയ്യുന്നു, ഗ്രേഡ് ചെയ്യുന്നു, എത്ര നാൾ നിൽക്കും എന്നൊക്കെയുള്ള, എന്നിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇതിനെയാണ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പല സ്ഥലത്തുള്ള സാധനങ്ങൾ, ഇപ്പൊ ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നമ്മുടെ നാട്ടിലേക്ക് വരുന്നു, ഇവിടുന്ന് ഫ്ലവേഴ്സ് അങ്ങോട്ട് പോകുന്നു. ഇതിനെയാണ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് ഇംപ്രൂവ് ചെയ്യാൻ ഗവൺമെന്റ് കൊണ്ടുവന്ന മെഷേഴ്സ്: ഒന്ന്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റെഗുലേറ്റഡ് മാർക്കറ്റുകൾ സ്ഥാപിച്ചു, അല്ലെ? അതായത് മിഡിൽ മെന്നിനെ ഒഴിവാക്കി. ഇവിടെ ഇടനിലക്കാർ വേണ്ട, ഗവൺമെന്റ് തന്നെയാണ് എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ കർഷകർക്ക് തന്നെ വന്ന് എന്ത് ചെയ്യാം, സാധനങ്ങൾ വിൽക്കാം. ഇനി പ്രൊവിഷൻ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി, അടിസ്ഥാന സൗകര്യങ്ങൾ. ഇപ്പം നമുക്ക് കൊണ്ടുവരണമെങ്കിൽ റോഡ് വേണമെന്നല്ല, റെയിൽവേ വേണം, വെയർഹൗസ്, ഗോഡൌൺ പോലത്തെ സാധനങ്ങൾ വേണം. ഇങ്ങനത്തെ സാധനങ്ങൾക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്തു, ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി, നിക്ഷേപിക്കാൻ തുടങ്ങി. കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ്, സഹകരണ വിപണനം, അതുപോലെ തന്നെ പ്രൊവൈഡിങ് പ്രൈസ് സപ്പോർട്ട്, താങ്ങുവില. ഇപ്പോൾ ഒരു തേങ്ങ വിൽക്കാൻ വരുവാണെങ്കിൽ തേങ്ങയ്ക്ക് പൈസ ഇല്ലെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യും, പ്രൈസ് സപ്പോർട്ട്, താങ്ങുവില, അല്ലെ? എന്നിട്ട് ആ ഒരു അത്രയും പൈസയ്ക്ക് താഴെ തേങ്ങ വിൽക്കാൻ പാടില്ല എന്നൊക്കെ വരും. അപ്പൊ നമ്മൾ നിർബന്ധരാകും അത്രയും പൈസയ്ക്ക് തേങ്ങ വാങ്ങാനായിട്ട്. അത് പ്രൊഡ്യൂസറിന് നല്ലതാണ്. ഇനി പ്രൊവൈഡിങ് ക്രെഡിറ്റ് ഫെസിലിറ്റി, എന്താണ്? വായ്പാ സംവിധാനം കുറഞ്ഞ പലിശയ്ക്ക് കൊടുക്കുക. ഇനി അതേപോലെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഈ കാര്യങ്ങളൊക്കെയാണ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാൻ, നല്ലതാക്കാൻ ഗവൺമെന്റ് കൊണ്ടുവന്ന മെഷേഴ്സ്. ഇത് കൃത്യമായിട്ട് പഠിക്കുക, നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അടുത്തത് എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. ഇവിടുന്ന് 5 മാർക്കിന് എസ്സേ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് ഫങ്ഷൻസ് ഓഫ് എൻവയോൺമെന്റ്. ഒന്നെങ്കിൽ ഇങ്ങനെ കംപ്ലീറ്റ് ചാർട്ട് എന്ന് പറഞ്ഞു കൊടുക്കും, ഇല്ലെങ്കിൽ 4 മാർക്കിനോ 5 മാർക്കിനോ ഇത് എഴുതാൻ വേണ്ടി ചോദിക്കും. എന്തൊക്കെയാ മക്കളെ നമ്മുടെ ഫങ്ഷൻസ്? പഠിച്ചു വെക്കാൻ നിങ്ങൾക്കൊരു കോഡ് ഉണ്ട്, PASS. പാസ്. എന്താ പാസ്? പ്രൊവൈഡിങ് എസ്തെറ്റിക് സർവീസ്, അസിമുലേറ്റ് വേസ്റ്റ്, സപ്ലൈ റിസോഴ്സസ്, സസ്റ്റെയിൻസ് ലൈഫ്. അതായത് എന്താ സപ്ലൈ റിസോഴ്സ് എന്ന് പറയുന്നത്? നമുക്ക് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ, ഇപ്പം വെള്ളമാവട്ടെ എയർ ആവട്ടെ ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എൻവയോൺമെന്റ് ആണ്, പരിസ്ഥിതിയാണ്. അസിമുലേറ്റ് വേസ്റ്റ്, പാഴ് വസ്തുക്കളെ ദഹിപ്പിക്കുന്നു. അപ്പൊ നമ്മൾ ഓർഗാനിക് വേസ്റ്റ് പ്രകൃതിയിലേക്ക് വലിച്ചെറിഞ്ഞ്, പഴത്തിലേക്ക് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി അത് എന്ത് ചെയ്തോളും, അബ്സർവ് ചെയ്തെടുത്തോളും. സസ്റ്റെയിൻ ലൈഫ്, നമ്മുടെ ജീവനെ നിലനിർത്തുന്ന ആരാണ്? എൻവയോൺമെന്റ് ആണ്. പ്രൊവൈഡ് എസ്തെറ്റിക് സർവീസ്, സൗന്ദര്യാനുഭൂതി എന്ന് പറയും, നമ്മുടെ കണ്ണിന് കുളിർമയെ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ, നല്ല സൺസെറ്റ്, നല്ല വെള്ളച്ചാട്ടം, നല്ല ഗ്രാസ് ലാൻഡ്സ്, ഇതൊക്കെ ആരാ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇപ്പൊ ഒരു പ്രശ്നമാണ്, നമ്മളോട് എന്താ ആൾക്കാർ പറയുന്നത്, എടാ നീ കുറച്ച് നേരം ആ കടലിന്റെ അവിടെ പോയി നിൽക്കുക, നീ ഭയങ്കര ശാന്തമാവും. ഇപ്പൊ എനിക്ക് എന്റെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത്, കുറച്ച് ഡൗൺ ആകുന്ന സമയത്ത് ഞാൻ നേരെ ബീച്ചിലേക്ക് പോയിട്ട് ഇങ്ങനെ തിരണ്ണിയിരിക്കും. അപ്പൊ എന്താ, നമുക്ക് കുറച്ച് റിലാക്സ്ഡ് ആവാനുള്ള സാധനങ്ങളെല്ലാം ആര് തരുന്നുണ്ട്? പ്രകൃതി തരുന്നുണ്ട്, പരിസ്ഥിതി തരുന്നുണ്ട്. അടുത്ത ചാപ്റ്റർ നമ്മൾ സ്റ്റാറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞു, റോഡ് വഴി സ്റ്റാറ്റിയിലേക്ക് എത്തി. കളക്ഷൻ ഓഫ് ഡേറ്റ രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. ഇതിൽ നിന്നും റിപ്പീറ്റഡ് ആയിട്ട് PYQ ചോദിക്കുന്നത് 5 മാർക്കിന്. ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യർ. എന്താ ഇവിടെ ചോദ്യം? എക്സ്പ്ലെയിൻ. ഇവിടെ കറക്കിയാ ചോദിച്ചിരിക്കുന്നത്. Explain the points that should be kept in mind while preparing the questionnaire or interview schedule. എന്താണ്? ചോദ്യാവലി അല്ലെങ്കിൽ അഭിമുഖ പട്ടിക തയ്യാറാക്കുമ്പോൾ പരിഗണിക്കേണ്ട കാര്യങ്ങൾ വിശദമാക്കുക. പറഞ്ഞിരിക്കുന്നത് നമ്മളൊരു ക്വസ്റ്റ്യർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? അത് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യർ ആണ്, നല്ല ചോദ്യാവലിയുടെ ഗുണങ്ങളാണ്. എന്തൊക്കെയാണ് ഒരു നല്ല ചോദ്യാവലിയുടെ ഗുണങ്ങൾ എന്ന് പറയുന്നത്? മക്കളെ നോക്കിക്കേ, ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യർ ഷുഡ് നോട്ട് ബി ടു ലോങ്. വളരെ ദീർഘിച്ചതാകരുത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ ആൻസർ ചെയ്യോ? ഞാനും ആൻസർ ചെയ്യത്തില്ല. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ക്വസ്റ്റ്യൻ ഷുഡ് നോട്ട് ബി ആംബിഗ്വസ്. എന്താണ്? അവ്യക്തവും ആകരുത്. അതായത് സംശയം ഉളവാക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ക്വസ്റ്റ്യൻ ഷുഡ് ബി പ്രിസൈസ് ആൻഡ് ക്ലിയർ. ചോദ്യങ്ങൾ വളരെ കൃത്യമായിരിക്കണം, അല്ലെ? മനസ്സിലാവുന്ന ചോദ്യങ്ങൾ വേണം, ക്ലിയർ ആയിരിക്കണം, വ്യക്തവുമായിരിക്കണം, കൃത്യവുമായിരിക്കണം. ക്വസ്റ്റ്യൻ ഷുഡ് മൂവ് ഫ്രം ജനറൽ ടു സ്പെസിഫിക് ടോപ്പിക്, അല്ലെ? നമ്മൾ ഒരാളെ കാണുമ്പോൾ അയാളുടെ പേഴ്സണൽ കാര്യങ്ങൾ ആദ്യം ചോദിക്കുമോ? ഇല്ല, ജനറൽ ആയിട്ട് ചായ പിടിച്ചോ, ഫുഡ് കഴിച്ചോ, അങ്ങനത്തെ കാര്യങ്ങളാണ് ചോദിക്കുക. അതേപോലെ ക്വസ്റ്റ്യർ പ്രിപ്പയർ ചെയ്യുമ്പോഴും ജനറൽ ആയിട്ടുള്ള ടോപ്പിക് എന്ന് ചോദിക്കുക. അതായത് ചായ കുടിച്ചോ എന്നല്ല ചോദിക്കേണ്ടത്, അവിടെ വേറെയാണ്. നിങ്ങൾ എന്താണ് ടോപ്പിക് അതനുസരിച്ചാണ് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിൽ നിന്ന് സ്പെസിഫിക്കിലേക്ക് പോവാം. ഇനി ദ്വയ വിപരീത തരത്തിലുള്ളതാകരുത്. വുഡിൻ യു, ഡോണ്ട് യു, ഡബിൾ നെഗറ്റീവ് ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. ഡു യു, വുഡ് യു എന്നൊക്കെ ചോദിക്കാം. ക്വസ്റ്റ്യൻ ഷുഡ് നോട്ട് ലീഡ് ടു ആൻസർ. ക്വസ്റ്റ്യൻ തന്നെ ആൻസർ കൊടുക്കാൻ വേണ്ടില്ല, പിന്നെ എന്തിനാ സർ ക്വസ്റ്റ്യൻ, അല്ലെ? ഉത്തരത്തിലേക്ക് നയിക്കുന്ന വിധമുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കണം. ദ ക്വസ്റ്റ്യൻ ഷുഡ് നോട്ട് ഇൻഡിക്കേറ്റ് ഓൾട്ടർനേറ്റീവ് ടു ദ ആൻസർ. അതായത് ഇത് കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാനാണ്, ജോലിക്ക് പോകാനാണ് ആഗ്രഹം, വെറുതെ ഇരിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും, കല്യാണം കഴിക്കാൻ യാതൊരു വിധത്തിലുള്ള ആഗ്രഹം ഇല്ലാത്ത ആൾക്കാരുണ്ടാകും. എന്തിനാ ഓൾട്ടർനേറ്റീവ്സ് കൊടുക്കുന്നത്? അപ്പോൾ ഓൾട്ടർനേറ്റീവ്സ് കൊടുക്കണ്ട, അല്ലെ? ഓൾട്ടർനേറ്റീവ്സ് കൊടുക്കണ്ട. അപ്പൊ ഇത്രയുമാണ് ഒരു നല്ല ചോദ്യാവലിയുടെ ഗുണങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ് എന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്
ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ക്ലാസ് ഇന്റർവെൽ 5 എടുത്തിട്ട് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്താ ആവർത്തി വിതരണ പട്ടിക തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ചെയ്ത് കാണിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, കാരണം ഒരു 3-4 വീഡിയോ ആയിട്ട് ഈ ഒരു ചോദ്യം ഞാൻ ചെയ്യുന്നുണ്ട്, ഈ മോഡൽ ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ ചോദ്യം നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും സൂപ്പർ 30-ലൊക്കെ കണ്ടിട്ടുണ്ടാകും അല്ലെ, ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ. അപ്പം ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ എങ്ങനെ അറ്റൻഡ് ചെയ്യുന്നത്? ആദ്യം ശ്രദ്ധിക്കുക, തന്നിരിക്കുന്നത് എക്സ്ക്ലൂസീവ് മെത്തേഡിലാണോ ചെയ്യാൻ തന്നിരിക്കുന്നത്? ആണ്, എക്സ്ക്ലൂസീവ് മെത്തേഡാണ്. അതുകൊണ്ട് നമുക്ക് 0 to 10, 10 to 20 അങ്ങനെ എടുത്താൽ മതി. ക്ലാസ് ഇന്റർവെൽ 5 ആണ്, അപ്പൊ നമുക്ക് 0 to 10 എടുക്കാൻ പറ്റില്ല, 0 to 5 എടുക്കേണ്ടി വരും. ഇനി നോക്കേണ്ടത് ഏറ്റവും കുഞ്ഞി ലോവർ ലിമിറ്റ്, ഏറ്റവും ആദ്യം കൊടുക്കേണ്ട നമ്പർ ഏതാണ്? ഏറ്റവും ചെറിയ നമ്പർ ഏതാണ് ഇതിനകത്ത്? 3 കൊടുത്താൽ മതിയോ? ഇല്ല, 0 തുടങ്ങാം. ഏറ്റവും വലിയ നമ്പർ 29. സോ 0 to 30. 0 ആണ് ഏറ്റവും ചെറിയ ലോവർ ലിമിറ്റ്, 30 ആണ് ഏറ്റവും വലിയ അപ്പർ ലിമിറ്റ്. അപ്പൊ 0 to 5, 0 to 5, 5 to 10, 10 to 15, 15 to 20, 20 to 25, 30 to 35. എന്നിട്ട് അതിന്റെ ടാലി മാർക്ക് ഇടുക. അതായത് ഇപ്പം 25 4, 25 ഇവിടെ വരും, 25 to 30 ആണ്, 25 ഇവിടെ വരും, മാച്ചൊന്നുകൂടെ എഴുതാം അല്ലെ, 25 to 30 ആണ്. ഇനി 4 എന്ന് പറയുമ്പം 5 അവിടെ. ഇനി അടുത്തത് 26 മാറും, 26 എന്ന് പറയുന്നത് എവിടെ വരും? 25-ന്റെയും 30-യുടെയും അവിടെ വരും. അങ്ങനെ ഓരോ ടാലി മാർക്ക് ഇട്ട് കൊടുക്കുക. ഇത് ടോട്ടൽ എനിക്ക് തോന്നുന്നു 30 വീടുകളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫ്രീക്വൻസി എഴുതുമ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് 30 കിട്ടണം. ഏതെങ്കിലും ഒരു നമ്പർ മിസ്സായെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ചെയ്ത് നോക്കണം. അപ്പം വളരെ സൂക്ഷിച്ച്, വളരെ ശ്രദ്ധിച്ച്, കോൺസെൻട്രേഷൻ ഒന്നും പോവാതെ, ഇത് തുടങ്ങിയാൽ വേറെ ക്വസ്റ്റ്യനിലേക്ക് പോകരുത്, ഇത് മാത്രം ചെയ്യുക, അതിനുശേഷം വേറെ ക്വസ്റ്റ്യനിലേക്ക് പോവാം കേട്ടോ. അടുത്തത് പ്രസന്റേഷൻ ഓഫ് ഡേറ്റ ആണ്. ഇവിടുന്ന് 5 മാർക്കിന് ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കുന്നത് വരയ്ക്കാൻ മാത്രമാണ്, വേറെ തിയറി ഒന്നുമില്ല. നമുക്ക് പൈ ഡയഗ്രം ആണ് ചോദിക്കുന്നത്. പൈ ഡയഗ്രം തരുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് പെർസെൻറ്റേജിലാണോ തന്നിരിക്കുന്നതെന്ന് നോക്കുക. പെർസെൻറ്റേജിലാണെങ്കിൽ ഡയറക്റ്റ് ഇൻറ്റു 3.6, അതായത് ഇപ്പം ഇവിടെ 80 ആണെങ്കിൽ 80 into 3.6 ചെയ്താൽ മതി. ഇവിടെ നമുക്ക് ഭാഗ്യവശാൽ അല്ലെങ്കിൽ നിർഭാഗ്യവശാൽ തന്നിരിക്കുന്നത് പെർസെൻറ്റേജിലല്ല, നമ്മൾ ഇതിനെ പെർസെൻറ്റേജിലേക്ക് ആക്കണം. എന്നിട്ട് 3.6 കൊണ്ട് ഇൻഡ്യൂ ചെയ്യണം. എങ്ങനെയാണ് പെർസെൻറ്റേജിലേക്ക് ആക്കുന്നത് അറിയാത്ത ആൾക്കാർക്ക് പറഞ്ഞുതരാം. ആദ്യം ഈ പ്രൈസ് എന്ന് പറഞ്ഞ കോളം കണ്ടോ, അതിന്റെ ടോട്ടൽ എടുക്കാം. നമുക്ക് ടോട്ടൽ 178 എന്ന് പറഞ്ഞ് കിട്ടും. ഇനി ഓരോ നമ്പറിനെയും 80 ഡിവൈഡഡ് ബൈ 178 ഇൻറ്റു 100 അത് ചെയ്യുമ്പോൾ 44.9 കിട്ടും. ഇനി 30 ഡിവൈഡ് ബൈ 178 ഇൻറ്റു 100, 178 ഇതിൻ്റെ ടോട്ടലാണ് കേട്ടോ, 16.8. ഇനി 10 ഡിവൈഡഡ് ബൈ 178 ഇൻറ്റു 100 അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു കോളം പെർസെൻറ്റേജ് കോളം കിട്ടും. ഇനി ആംഗിളിൻ്റെ കോളം എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത്? ഈ പെർസെൻറ്റേജിൻ്റെ കൂടെ ഇൻറ്റു 3.6 ചെയ്യുമ്പോൾ നമുക്ക് ആംഗിളിൻ്റെ കോളം എന്തായി പോവും? ഫില്ലായി പൊക്കോളും. വൺ സിമ്പിൾ, വെരി സിമ്പിൾ. ഇനി ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വരയ്ക്കാം. ഏറ്റവും ചെറിയ ആംഗിൾ തൊട്ട് വരയ്ക്കാം കേട്ടോ. ഏറ്റവും ചെറിയ ആംഗിൾ 20.16 ആണ്. ഞാൻ പ്രൊട്രാക്ടർ എടുത്തു, ബേസ് പോയിന്റ് ഞാൻ വരച്ചു. അതാണ് എൻ്റെ ബേസ് ലൈൻ. എങ്ങോട്ട് വേണമെങ്കിലും വരയ്ക്കാം മക്കളെ, ഇങ്ങോട്ട് വരയ്ക്കണം എന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാക്കാം ബേസ് ലൈൻ, ഇതാക്കാം ബേസ് ലൈൻ, ഇതാക്കാം. ഇതിൽ 4-ലും ഏതെങ്കിലും ഒന്നാക്കാം നിങ്ങൾക്ക് ബേസ് ലൈൻ. ആദ്യം 20.6 16. അപ്പൊ 20.16 ഒന്നും വരയ്ക്കാൻ പറ്റില്ല, 20 തന്നെ വരച്ചാൽ മതി. അത് തന്നെ ബുദ്ധിമുട്ടാണ് വരയ്ക്കാനായിട്ട്. പിന്നെയാണ് 20.16 അല്ലേ മിസ്സേ? അങ്ങനെ ഓരോന്നും വരയ്ക്കുക. ഇനി ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എഴുതി വെക്കുക. ഒന്നെങ്കിൽ പെർസെൻറ്റേജ് എഴുതുക, അല്ലെങ്കിൽ അതിൻ്റെ നേരെയുള്ള കമ്മോഡിറ്റിയുടെ പേര് എഴുതുക, അല്ലെങ്കിൽ ആംഗിൾ എഴുതുക. അപ്പോൾ സി എന്ന് എഴുതിയാൽ ഒക്കെ മനസ്സിലായി, ഓക്കെ സി ആണ് അവൾ വരച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവൻ വരച്ചിരിക്കുന്നത്. ഇനി അടുത്തത് പ്രൊട്രാക്ടർ എടുക്കുക. ഇനി അടുത്ത് വരയ്ക്കുന്ന ഡിഗ്രി ഏതാ നോക്കുക. ഞാൻ 24 വരയ്ക്കാൻ വേണ്ടി പോവാണ്. എല്ലാം വരയ്ക്കണം കേട്ടോ, കുറച്ച് മാത്രം വരച്ചിട്ട് വെച്ച് പോരുത്. ഞാൻ പ്രൊട്രാക്ടർ എൻ്റെ ബേസ് ലൈൻ, അടുത്ത ബേസ് ലൈൻ മാറി 20 വരച്ചപ്പോൾ ബേസ് ലൈൻ ആണ് ഇനി വരയ്ക്കുന്നത്. ഇനി എത്രയാണ്? 26 അല്ലേടാ, 24 മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്? പൈ ഡയഗ്രാം വരയ്ക്കുന്നത്. ഇങ്ങനെ വരച്ച് അവസാനം വരുമ്പോൾ നിങ്ങൾക്ക് 161 ഏറ്റവും ലാസ്റ്റ് അളക്കണ്ട, അത് അങ്ങനെ തന്നെ കിട്ടിക്കോളും. കാരണം ഇത് മൊത്തം കൂട്ടുമ്പോൾ നമുക്ക് 360 ഡിഗ്രി ആണ് കിട്ടുന്നത്. അതുകൊണ്ട് ബാക്കി ഏറ്റവും അവസാനത്തെ ആംഗിൾ നിങ്ങൾ വരയ്ക്കേണ്ട കാര്യമില്ല, അത് അങ്ങനെ തന്നെ ആയിക്കോളും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി അടുത്ത ചാപ്റ്റർ ആണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, കേന്ദ്രീയ പ്രവണതയുടെ അളവുകൾ. ഇവിടെ നിന്ന് 5 മാർക്കിന് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാം. നോക്കിക്കേ, ദ ഹൈറ്റ് ഓഫ് 11 പ്ലാന്റ്സ് ഇൻ എ ഗാർഡൻ ആർ, ഒരു പൂന്തോട്ടത്തിലെ 11 ചെടികളുടെ ഉയരമാണ് കൊടുത്തിരിക്കുന്നത്. എന്ത് സീരീസ് ആണ് മക്കളെ ഇത്? അതാദ്യം മനസ്സിലാക്കിയിരിക്കണം. സെൻട്രൽ ടെൻഡൻസിയിൽ ഒരു ചോദ്യം ചെയ്യുമ്പോൾ ഏത് സീരീസ് ആണെന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് എന്തിടാൻ പറ്റുള്ളൂ? ഇക്വേഷൻ ഇടാൻ പറ്റുള്ളൂ. തന്നിരിക്കുന്നത് ഇൻഡിവിജ്വൽ സീരീസ് ആണ്, വെറുതെ കുറെ നമ്പറല്ലേ തന്നിരിക്കുന്നത്. ക്ലാസ് ഇന്റർവൽ ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ്, ഓരോ നമ്പറും എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡിസ്ക്രീറ്റ് ആണ്. ഇവിടെ ഇൻഡിവിജ്വൽ സീരീസ് ആണ്. ചൂസ് ദ മോഡ് ചൂസ് ചെയ്യാം. ഏറ്റവും റിപ്പീറ്റ് ചെയ്യുന്ന നമ്പർ 5 റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. 20 റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. 22 ഇല്ല. 10
ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 8 റിപ്പീറ്റ് ചെയ്യുന്നില്ല, 4 റിപ്പീറ്റ് ചെയ്യുന്നില്ല, 3 17. അപ്പൊ 10 മോഡ്. എത്രയാണ് മോഡ്? 10 മോഡ്. കാൽക്കുലേറ്റ് മീൻ ആൻഡ് മീഡിയൻ. മീനും മീഡിയനും എന്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുക? കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുക. അപ്പൊ നമുക്ക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാം. മീൻ എന്ന് പറയുന്നത് സിഗ്മ എക്സ് ബൈ എൻ ആണ്. സിഗ്മ എക്സ് എന്ന് പറയുന്നത് ഇപ്പൊ തന്നിരിക്കുന്ന നമ്പേഴ്സ് ഇല്ല, അതിന്റെ ടോട്ടൽ ആണ്. അതിന്റെ ടോട്ടൽ എടുക്കാം. 5 + 20 + 22 + 10. 5 + 20 22 10 8 + 4 + 3 + 17 + 10 + 13 + 12 124 സിഗ്മ എക്സ്. മീഡിയൻ ഇൻഡിവിജ്വൽ സീരീസിൽ വളരെ സിമ്പിൾ ആണ്. എല്ലാ നമ്പേഴ്സ് അങ്ങോട്ട് ആഡ് ചെയ്യുക. സോറി, മീഡിയൻ അല്ല, മീൻ ഇട്ടോ. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാം. 5 20 22 10 8 4 3 17 17 17 10 13 12 അല്ലേ? അയ്യോ, എൻ്റെ 12 കാണുന്നില്ലല്ലോ. 13 12 124 കിട്ടി. ഇനി എത്ര നമ്പർ ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 നമ്പേഴ്സ് ഉണ്ട്. 11 നമ്പേഴ്സ് ആണ്. അപ്പൊ 124 ഡിവൈഡ് ബൈ 11 124 ഡിവൈഡ് ബൈ 11 എത്ര കിട്ടും? 11.27 കിട്ടും. മീഡിയൻ എത്ര കിട്ടും? 11.27 കിട്ടും. ഇനി നമുക്ക് മീഡിയൻ ആണ്. മീഡിയൻ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഡിസ്ക്രീറ്റിലും കണ്ടിന്യൂസിലും നമ്മൾ അസെൻഡിങ് ഓർഡറിലേക്ക് അറേഞ്ച് ചെയ്യണം. ആദ്യം എത്ര വരും? 3 വരും. 3 4 5 6 ഉണ്ടോ? ഇല്ല. 7 ഉണ്ടോ? ഇല്ല. 8 ഉണ്ടോ? ഉണ്ട്. 8. അത് കഴിഞ്ഞ് 10 10 കഴിഞ്ഞിട്ട് 12 ഉണ്ട്, 13 ഉണ്ട്, 17 ഉണ്ട്. അപ്പോൾ 12 13 17 പിന്നെ 20 22 20 22 എല്ലാ നമ്പർ ആയില്ലേടാ? 1 2 3 4 5 6 7 8 9 10 10 അല്ലേ ഉള്ളൂ. ഏതോ ഒന്ന് നമ്മൾ വിട്ടുപോയി. 17 13 5 10 2 തവണയുണ്ട് അല്ലേ? 10 2 തവണയുണ്ട്. അപ്പൊ 10 2 തവണയുണ്ട്. ഓക്കെ, 10 2 തവണയുണ്ട്. മിസ് എഴുതിയില്ല കേട്ടോ. 10 2 തവണയുണ്ട്. അപ്പൊ 11 കറക്റ്റ് ആണ് നമ്മുടെ കൗണ്ട് എന്ന് പറയുന്നത്. ഇനി ഇക്വേഷൻ n+1/2th ഐറ്റം. n എന്ന് പറയുന്നത് 11 ആണ്. 11 + 1 ഡിവൈഡഡ് ബൈ 2. 11 + 1 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് 12 12 ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. 12 ഡിവൈഡ് ബൈ 3 എത്രയാണ്? 6 6 ആണോ ആൻസർ? അല്ല, 6th ഐറ്റം ആണ് ആൻസർ. 6ാമത്തെ ഐറ്റം. 1 2 3 4 5 6 10. 10 ആണ് ഇവിടുത്തെ നടുവിലത്തെ നമ്പർ. 10 ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? മീഡിയൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ കുട്ടികളെ? നമ്മൾ എന്താ ചെയ്തത്? ആദ്യം മോഡ് കണ്ടുപിടിച്ചു. മോഡ് ഏറ്റവും റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂ ആണ്. 10 ആണ് 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നത്. സോ 10 ആണ് മോഡ്. മീൻ എന്ന് പറയുന്നത് എല്ലാത്തിന്റെ സമ്മ്, തന്നിരിക്കുന്ന നമ്പറിന്റെ എല്ലാത്തിന്റെ സമ്മ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ്. സമ്മ് 124, നമ്പർ 11. മീഡിയൻ നമ്മൾ ആദ്യം അസെൻഡിങ് ഓർഡറിലേക്ക് അറേഞ്ച് ചെയ്തു ഈ ഒരു സീരീസിനെ. എന്നിട്ട് n + 1/2 n 11 ആണ്. ടോട്ടൽ നമ്പേഴ്സ് 11 ആണ്. +1 ഇക്വേഷനകത്തുണ്ട്. 12 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് 6 ആണ്. 6ാമത്തെ ഐറ്റം ആണ് ആൻസർ. 6th ഐറ്റം ഇവിടെ 10 ആണ്. അപ്പൊ 10 ആണ് നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇനി കോറിലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ 5 മാർക്കിന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത്. സ്കാറ്റർ ഡയഗ്രാം നമുക്കറിയാം, ഓരോ ടൈപ്പ് ഡയഗ്രാം ഉണ്ട്. എന്തൊക്കെയുണ്ട്? ഇതാണ് പോസിറ്റീവ് കോറിലേഷൻ. പോസിറ്റീവ് കണ്ടോ? മേലേക്കാണ് പോസിറ്റീവ്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ മേലേക്കാണ് വരാം. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നേരെ താഴേക്കാണ്. പോസിറ്റീവ് ആയതുകൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തുമാണ്. നെഗറ്റീവ് ആയിട്ട് നേരെ താഴേക്ക് നിങ്ങൾക്ക് കാണാം. നോ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ വേറെ കുറെ ലൈൻസ് ഇട്ട് കൊടുക്കുക. ഇനി പെർഫെക്റ്റ് പോസിറ്റീവ് ആണെങ്കിലോ? പോസിറ്റീവ് ആയിട്ട് മേലേക്ക് തന്നെയാണ്. പെർഫെക്റ്റ് ആയതുകൊണ്ട് ദേ അങ്ങനെ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ലൈൻസ്. ഇനി പെർഫെക്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ നേരെ താഴേക്കാണ്. പിന്നെയും അങ്ങനെ ഇങ്ങനെ താഴേക്ക് ലൈൻസ്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി ഏറ്റവും അവസാനം നമുക്ക് ചോദിക്കുന്ന ചോദ്യമാണ് ഇൻഡെക്സ് നമ്പർ എന്ന്, സൂചകാംഗത്തിൽ നിന്ന്. സിമ്പിൾ അഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് നിങ്ങൾക്ക് കാണാപാടായിട്ടുണ്ടാവും. എന്താ ഇക്വേഷൻ? സിഗ്മ P1 ഡിവൈഡ് ബൈ P0 × 100. P1ന്റെ ടോട്ടൽ 6 6 12 12 10 22. P0യുടെ ടോട്ടല്. P1 എന്ന് പറഞ്ഞാൽ കറണ്ട് ഇയർ പ്രൈസ്, അല്ലെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇയറിന്റെ പ്രൈസ്. ബേസ് ഇയർ എന്ന് പറയുമ്പോൾ ഒരുപാട് മുന്നേ ഉള്ള പ്രൈസ്. 4 6 10 14 14 2 16 22 ഡിവൈഡ് ബൈ 16 137 1.37 5 × 100 137.5 എന്ന് കിട്ടും. ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ സിമ്പിൾ അഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ്, കേവല സഞ്ചിത പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിൾ ആണ്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് എക്കണോമിക്സിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള, ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല, സ്ഥിരമായി ചോദിക്കുന്ന ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യൻസ്. അപ്പം ഇത് റെഫർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. വൈകുന്നേരം കൃത്യം 7:30 എല്ലാ കുട്ടികളും വരണം. അപ്പൊ ക്ലാസ് ഇഷ്ടമെങ്കിൽ താഴെ പറയുക. അപ്പം ഇനി നിങ്ങൾക്ക് പബ്ലിക് എക്സാമിലേക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ, ഇന്ന ഇതിൽ വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് താഴെ പറയാം കേട്ടോ. അപ്പൊ മക്കളെ, ഓൾ ദി ബെസ്റ്റ്.